ഹായ്, വെൽക്കം ടു റോഷൻ ഡയറീസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എമ്മയുടെ ഒരു പവർ ബാങ്കും അതേപോലെ തന്നെ ഒരു മിനി ട്രൈപോഡാണ് കേട്ടോ. പവർ ബാങ്ക് ഞാൻ പുതിയ പരിചയപ്പെടുത്തുന്ന വേറെ ഒന്നുമല്ല, ഞാൻ മുൻപ് യൂസ് ചെയ്തിരുന്ന ഒരു പവർ ബാങ്കാണ്. 50 വാട്ടിൻ്റെ എമ്മയുടെ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് അധികം കാലം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികം കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ ചാർജ് കയറാണ്ടായിപ്പോയി. പിന്നെ അതിന് ശേഷം ഇത് ഞാൻ വിചാരിച്ചു റീസെറ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുന്നതാണ്. പിന്നെ അത് വർക്കായില്ല. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പവർ ബാങ്ക് കൂടിയാണ് കേട്ടോ. നമുക്ക് മൊബൈലൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 20 മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ ഫില്ലായി കിട്ടും. അതുമാത്രമല്ല, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും അതേപോലെ എൻ്റെ ഐപാഡ് ചാർജ് ചെയ്യാനൊക്കെ ഇതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാപ്ടോപ്പ് ഞാൻ എപ്പോഴും ചാർജ് ചെയ്യില്ല, അഥവാ വലിയ എമർജൻസി സിറ്റുവേഷൻ മാത്രം വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇതിനധികം ലൈഫ് എനിക്ക് കിട്ടിയില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പം അതിന് ശേഷം ഞാൻ പുതിയതായിട്ട് എടുത്തിട്ടുള്ള പവർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 50 വാട്ട് ആണെങ്കിൽ ഇത് 33 വാട്ടിൻ്റെതാണ്. ഇത് 20,000 mAh തന്നെ ഉണ്ടോ. ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഷവോമിയുടെ തന്നെയാണ് ഇതും വരുന്നത്. 33 വാട്ടിൻ്റെതാണ് ഇത് വരുന്നത്. രണ്ടും കൂടിയിട്ട് നോക്കി കമ്പയർ ചെയ്ത് കണ്ടോ, ഇവിടെ എംഐന്നാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഷവോമിന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് പോർട്ടൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസം, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓറഞ്ച് കളറായിരിക്കും അതിൻ്റെ പിന്നെ വരുന്നത്. അതായത് ഹൈ സ്പീഡായിരിക്കും ഇതിൻ്റെ ചാർജിങ് വരുന്നുണ്ടാവുക. ഇതത്ര വരണമെന്നില്ല, പക്ഷെ അതിൽ ഫാസ്റ്റ് ചാർജിങ് നടക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ നോർമൽ ചാർജിങ്ങിലാണ് വരിക. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ ബാങ്ക് ഇത് കണ്ടോ, ഈ ഒരു സ്വിച്ച് 3 വട്ടം ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോ പവർ മോഡ് ഓൺ ആവും. അപ്പോൾ നമുക്ക് വാച്ച്, അതുപോലെ ഇപ്പോൾ ഇത് ഗാലക്സി വാച്ചാണ്, അപ്പോൾ ഇതൊക്കെ ചാർജ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാക്കും. അതായത് ഹെവി വോൾട്ടേജ് കയറിയിട്ട് ഹീറ്റ് ആവുന്നില്ല. അതുപോലെ ഇയർപോഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ. അതുപോലെ ഞാൻ ക്യാമറക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഇത് എടുത്തിട്ടോ. പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കാരണം അത്യാവശ്യം പുറത്തൊക്കെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കത് ചാർജ് ചെയ്യാൻ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി വരും. കണ്ടിന്യൂ ആയിട്ടൊന്നും നമുക്ക് ക്യാമറ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ സോണിയുടെ ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് ആകും. 4K എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അതിനനുസരിച്ചിട്ടുള്ള മെമ്മറി കാർഡും വേണം. സോണിയുടെ ക്യാമറയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ നല്ല ഹീറ്റായിട്ട് അത് ഓഫ് ആകും കുറച്ച് കഴിയുമ്പോൾ. ഒരു ഏകദേശം കണ്ടിന്യൂ ആയിട്ടൊക്കെ 45 മിനിറ്റ്സ് ഒന്നും കണ്ടിന്യൂ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. 4K ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. 4Kയിലൊന്നും നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ അതുകൊണ്ടാണ്. നല്ല ഫേസ് കയറി വരികയും ചെയ്യും, അതോടൊപ്പം തന്നെ ക്യാമറ നല്ലപോലെ ഹീറ്റാവും. പിന്നെ നമ്മൾ അത്രയും ടെമ്പറേച്ചർ നല്ല കൂളുള്ള സ്ഥലത്തായിരിക്കണം, എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ എനിക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാത്ത സമയത്ത് ഞാൻ പവർ ബാങ്ക് യൂസ് ചെയ്യാറില്ല. ഫോണിൻ്റെ കാര്യത്തിലും ഇത് യൂസ് ചെയ്യാറുണ്ട്, എപ്പോഴും അല്ല. അത്രയും അർജൻറ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം ഞാൻ പവർ ബാങ്ക് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ വാച്ച് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ കൂടുതൽ യൂസ് ചെയ്യാൻ. മുമ്പ് യൂസ് ചെയ്തിരുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിലും ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടിയും ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഇത് സങ്കടമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 4,500 രൂപയ്ക്ക് മേടിച്ച പവർ ബാങ്ക് അത്. ആ സ്ഥിതിക്ക് ഇത് 2,000 രൂപയുടെ ഉള്ളിലേ ഈ പവർ ബാങ്ക് വരുന്നുള്ളൂ. ഇത് ഞാനിപ്പോൾ അത്യാവശ്യം റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇതെനിക്ക് അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ പവർ ബാങ്ക്. എനിക്ക് ക്യാമറ ചാർജ് ചെയ്യാനും ഹെഡ്ഫോണ് ചാർജ് ചെയ്യാനും വാച്ച് ചാർജ് ചെയ്യാനൊക്കെ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്തും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇതിൻ്റെ വാറൻറ്റി പീരീഡും ടൈമൊക്കെ കഴിഞ്ഞു ഓൾറെഡി. ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നത് പോലെ, അത് 18 വാട്ടിൻ്റെത്. അപ്പോൾ ഏകദേശം ആളത് 4 വർഷത്തോളമായി അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും യാതൊരു പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ബാറ്ററി പിക്കപ്പ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് ആ ഒരു പ്രൊഡക്റ്റിന്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ട്രൈപോഡാണ്, മിനി ട്രൈപോഡാണ്. ഞാൻ ഓൾറെഡി ഒരു ട്രൈപോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു ചെറിയൊരു ട്രൈപോഡ് വെച്ചിട്ടാണ്, ഒരു മിനി ട്രൈപോഡ് തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് അതിന് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ പുതിയതായിട്ട് അത്യാവശ്യം ഒരു 3 കിലോൻ്റെ മേലൊക്കെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രൈപോഡാണ് കേട്ടോ. S11 സൈവോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണത്.
അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, ഇതിന് ലെങ്ത്തും കൂടുതലുള്ളതാണ്. ഇതിൻ്റെ കാറ്റലോഗ് വരുന്നതാണിത്. ഒരു കാര്യം മറന്നു, ഇതിൻ്റെ ഒപ്പം പിന്നെ വരുന്നത് എക്സ്ട്രാ വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു കേബിള് വരുന്നുണ്ട്. കേബിള് C2C ആണ് കേട്ടോ വരുന്നത്. C2C മുൻപ് കിട്ടിയിരുന്ന അതേ കേബിൾ തന്നെയാണിത്. C2C അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. സ്പീഡ് ചാർജ് അതിലേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ, മറ്റേതിൽ നോർമൽ ചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഞാനിത് എന്നിട്ട് റിട്ടേൺ ചെയ്യാവുന്നതാണ്. മറ്റൊന്നല്ല, ഈ ഒരു പാർട്ട് കണ്ടില്ലേ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇത് മിസ്സിങ് ആണെന്ന് കരുതി ഞാനിത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നവർക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ ഒരു കണക്ടർ വെച്ചിട്ട് ഇവിടുന്ന് വേറൊരു ഡിവൈസും കൂടെയും കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ഒരു കണക്ടറും കൂടെയും കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റും. അത് ശ്രദ്ധിക്കാൻ കാരണം കാറ്റലോഗ് ചെക്ക് ചെയ്തപ്പോഴാണ്, ഞാൻ റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് ഈ കാറ്റലോഗ് എടുത്തിട്ട് വായിച്ച് നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. എന്നിട്ട് ആ ക്യാൻസൽ ആക്കി. ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇതിനെ നമുക്ക് ഏത് സിറ്റുവേഷനിലും അതിനനുസരിച്ചിട്ട് വളക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യാം. കണ്ടോ, കൊളത്തിടാനും ഒക്കെ യൂസ് ചെയ്യാം. അത് കാരണം തന്നെ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ 3 കിലോ വരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ട് ക്യാമറക്കൊക്കെ. ക്യാമറ മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൊബൈലും കണക്ട് ചെയ്ത് ഡയറക്റ്റ് ക്യാമറക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ഇവിടുന്ന് ഈ സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് മാറി എന്തിലേക്കായിട്ട് മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് മാറും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഇപ്പോൾ ഇത് മൊബൈൽ യൂസ് ചെയ്യാനുള്ളതായിട്ട് മാറി. ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഇത് ഫോണിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് മടക്കുക, ഒന്ന് വലിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ക്ലിപ്പ് കണക്ട് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഏത് സിറ്റുവേഷനിലും എങ്ങനെ വേണമെങ്കിലും ബെഡിലായാലും എവിടെ ആയാലും നമുക്ക് ആ സിറ്റുവേഷന് അനുസരിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇത് അത്യാവശ്യം ഹൈറ്റും വരുന്നുണ്ട് ഈ സാധനം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മുൻപ് യൂസ് ചെയ്തിരുന്ന മിനി ട്രൈപോഡാണ് കേട്ടോ അത് കാണുന്നത്. നല്ല ഇഷ്ടമാണ് എനിക്ക്, കാരണം അത് വളരെ ഹാൻഡിയാണ്. അതുപോലെ ഓക്കെ ഹൈറ്റിലേക്ക് പൊന്തിക്കാം, അത്യാവശ്യം കൊണ്ടു നടക്കാനും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഇരിക്കില്ല. ഇപ്പോൾ നമുക്കിത് വീഡിയോയിലും അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ക്യാമറ ഒന്ന് ബാലൻസിങ് കറക്റ്റ് അല്ല ഈ ഒരു സാധനത്തിൽ. കുറച്ച് കഴിയുമ്പോൾ മോഹൻലാലിനെ പോലെ തന്നെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. അങ്ങനെയാണ് ഈ ഒരു സാധനം വരുന്നത്. അത് കാരണം തന്നെ ഇത് മാറ്റിയത്. ഇത് അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബ്രാൻഡ് വരുന്നത് ഉള്ളാൻസി. അപ്പം നേരത്തെ ഞാൻ കാണിച്ചതിൻ്റെ പ്രൈസ് ഞാൻ എന്തായാലും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സാധനം എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് നല്ല വെയിറ്റ് കുറഞ്ഞ ക്യാമറ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ വേണമെങ്കിൽ പിന്നെ ഫോണിനുള്ള കണക്ടറൊക്കെ കണക്ട് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാം. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റീൽസ് എടുക്കാനൊക്കെ ഒരു തരത്തിലും പറ്റില്ല. ഇത് ഇങ്ങനെ മാത്രം വെക്കാമെന്ന് മാത്രമല്ല, ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇരിക്കില്ല. ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു സൈഡിലേക്ക് വീഴും. അതുകൊണ്ടാണ് ഞാൻ പുതിയത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ ഇതുകൊണ്ട് മറ്റൊരു യൂസും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് നമുക്കൊരു സേഫ്റ്റിക്കൊക്കെ ആയിട്ട് കൊണ്ട് നടക്കാം കേട്ടോ. ആരെങ്കിലും ഉപദ്രവിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. അതായത് നെഞ്ചൊക്കെ പിടിച്ച് ഒരടി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ ഒരു എഫക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അത്യാവശ്യം നല്ല എന്താ പറയുക, ഫ്ലെക്സിബിളും ആണ് ഈ ഒരു സാധനം. അതേപോലെ തന്നെ ഒരാൾക്ക് ഇതായിട്ട് അടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.